അതിനാധാരമായി 74 സങ്കീർത്തനങ്ങൾ 74 അധ്യായം അതിന്റെ 15 വാക്യമാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രേരിപ്പിക്കുന്നത്. ചാപ്റ്റർ 74 വേഴ്സ് 15. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. അവിടെ ഒരു വാക്കാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. അവൻ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നാം ആയിരിക്കുമ്പോൾ, പ്രത്യേകാൽ ഇന്ന് ഈ മോർണിംഗ് ഡിവോഷനിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ഒരു ബോധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. കർത്താവ് ചില ഉറവും ഒഴുക്കും ചിലർക്ക് വേണ്ടി തുറന്നു വിടാൻ പോവുകയാണ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി എവിടെയൊക്കെയോ ഇന്നലകളിൽ അടഞ്ഞു കിടന്ന ചില ഉറവുകൾ, ഒഴുക്കുകൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അഗ്നിയോടും കാറ്റിനോടും എണ്ണയോടും പ്രാവിനോടും ഒഴുകുന്ന ജലത്തോടുമൊക്കെ സാദൃശ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അത് ആണമല്ല. എന്നാൽ മനുഷ്യരായ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാൻ ഒന്നിനോട് സാദൃശ്യം ചൊല്ലി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒഴുക്കും ഉറവുകളും തുറന്നു വിട്ടു എന്ന് പറയുമ്പോൾ കേവലം ഒരു ഭൗതിക നന്മകളുടെ ഉറവകൾ തുറക്കുന്നു, ഒഴുക്കുകൾ തുറന്നു വിടുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ചിലരുടെ അകത്ത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. അങ്ങനെയെങ്കിൽ ചിലരുടെ ഉള്ളിൽ നിന്ന് ഒഴുക്കുകൾ, ഉറവുകൾ അവൻ തുറന്നുവിടാൻ പോവുകയാണ്. എന്റെയും നിങ്ങളുടെയും അകത്ത് ഭയങ്കര നദികൾ, ഭയങ്കര ഉറവകൾ ഇരിക്കുകയാണ്. ഇത് കെട്ടിവെച്ച് അകത്ത് മൂടിവെച്ച് കിടന്നത് മതി എന്നാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. ഇത് നാം ഒന്ന് തയ്യാറായാൽ, വചനം ഇങ്ങനെ പറയുന്നു: ഓപ്പൺ യുവർ മൗത്ത് ആസ് മച്ച് ആസ് പോസിബിൾ, ഐ ആം ഗോയിങ് ടു ഫിൽ ഇറ്റ്. നിന്റെ വായെ നീ വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാം. ഈ ദിവസങ്ങളിൽ ഒന്ന് തുറക്കാൻ തയ്യാറായാൽ അകത്തുനിന്നും ഉറവകൾ പുറത്തേക്ക് ഒഴുകാൻ പോകുകയാണ്. അത് അന്യഭാഷയായിട്ട്, അത് കൃപാവരങ്ങളായിട്ട്, അത് പ്രവചനങ്ങളായിട്ട്, വെളിപ്പാടുകളായിട്ട് ചിലരുടെ അകത്തുനിന്നും ഉറവുകളും ഒഴുക്കുകളും അവൻ തുറന്നുവിടാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടെയൊക്കെയോ അടഞ്ഞു കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന നദി അണപൊട്ടി ഒഴുകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായ ഒരു ആത്മ പകർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന സിറ്റിയിൽ, രാജ്യത്ത്, പട്ടണങ്ങളിൽ നിങ്ങളുടെ വരൾച്ചകളെ മാറ്റുന്ന നദി നിങ്ങളുടെ അകത്തു നിന്നും ഒഴുക്കാൻ, അർബന സൈധര റവനഘടകരഗതി, നിങ്ങളുടെ മരുഭൂമികളെ നനയ്ക്കുന്ന നദി, നിങ്ങളുടെ വരൾച്ചകളെ നനയ്ക്കുന്ന നദി, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നനയ്ക്കുന്ന നദി നിങ്ങളുടെ അകത്തു നിന്നും പുറപ്പെടുവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അവൻ ഉറവുകളെയും ഒഴുക്കുകളെയും തുറന്നു വിട്ടു. അവൻ ഈ സഭയ്ക്കകത്ത്, അവൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, അവൻ കുടുംബങ്ങളുടെ മേൽ, ജനത്തിന്റെ മേൽ, അവൻ ഈ മോർണിംഗ് ഡിവോഷനിൽ, അവൻ നിങ്ങളുടെ മേൽ ചില ഒഴുക്കുകളും ഉറവുകളും തുറന്നു വിടാൻ, അവൻ ഒരു ശത്രുവിനും അടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു ദുരാത്മ മേഖലകൾക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ ബൗണ്ടറികൾ പൊട്ടി ഒഴുകുന്നത് പോലെ, അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെ, അവൻ ഷട്ടറുകൾ തുറന്നു വിടുന്നത് പോലെ ചിലരുടെ നിന്നും ദൈവകൃപകളുടെ വലിയ വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് അവൻ ഒഴുക്കുകളും ഉറവുകളും തുറന്നു വിടുകയാണ്. ഈ നവംബർ മാസം 26-ാം തീയതി ചിലർക്ക് വേണ്ടി ചില പുതിയ തുറവികൾ, ചിലർക്ക് വേണ്ടി ചില പുതിയ ഓപ്പണിങ്ങുകൾ, ചില ജോലി മേഖലകൾക്കകത്താകട്ടെ ചില പുതിയ വാതിലുകൾ, ചില പുതിയ വഴിത്തിരിവുകൾ, ചില വ്യക്തികൾക്ക് വേണ്ടി ചില പുതിയ തുറവികൾ, ഒഴുക്കുകൾ, ഉറവുകൾ നമ്മുടെ ദൈവം തുറക്കുന്ന ദൈവമാണ്. അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു എന്നാണ്.
എനിക്ക് നിങ്ങൾക്കും വേണ്ടി എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ അതിന്റെ 11-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 7 വേഴ്സ് 11, ഇങ്ങനെയാ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ഓ ആമേൻ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ഇന്ന് ആമേൻ 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 ഉറവുകളും ആമേൻ സ്തോത്രം ആമേൻ ആ നദികളും ദൈവം തുറക്കുകയാണ്. ഉറവും ഒഴുക്കും എന്റെ ദൈവം തുറന്നു വിടാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ആമേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആമേൻ ആമേ എഴുതിയിരിക്കുന്നത് പോലെ ആമേ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആമേൻ ആ മാസം ആമേൻ 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് ഈ നവംബർ മാസം 26-ാം തീയതി ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ആമേ ചില ഉറവുകൾ തുറന്നു വരുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ ആമേൻ. യഫദാ തുറന്നു വരാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ചിലരുടെ മേൽ തുറന്നു വരികയാണ് ചിലത്, ചില കൃപാവരങ്ങൾ തുറന്നു വരികയാണ്, ചില അഭിഷേകത്തിന്റെ ഉറവകൾ തുറന്നു വരികയാണ്. നാളുകളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ തുറന്നു വരികയാണ്. എവിടെയൊക്കെയോ ആമേ അടഞ്ഞു കിടന്ന, ബൗണ്ടറി ഇട്ടു വെച്ച ആമേൻ, എവിടെയൊക്കെയോ ഒഴുകാൻ കഴിയാതെ കടന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയ ആ ഉറവുകളൊക്കെ വീണ്ടും ആമേൻ ആമേ കയറി വരികയാണ്. നാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകന്മാർ ആമേ കിണറെ പൊങ്ങിവ എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ആമേ എവിടെയോ മൂടിപ്പോയത് പൊങ്ങി വന്നതുപോലെ ചിലർക്ക് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം മടക്കി തരാൻ പോകുകയാണ്. ആമേൻ ആമേൻ ആമേൻ. ആഴിയുടെ ഉറവുകൾ ആമേൻ പിളർന്നു എന്നാണ്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. അങ്ങനെയെങ്കിൽ നാം വായിച്ച ആമേ കുറിവാക്യം പോലെ ആമേൻ ആമേൻ സ്തോത്രം ആമേൻ, നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു. ഈ പകൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ആമേൻ, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ആമേൻ, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ ആമേ, കരയുന്ന മാതാവേ ആമേൻ ആമേ. മരുഭൂമിയിൽ ഹാഗാർ തുരുത്തിയിലെ വെള്ളം വറ്റിപ്പോയി എന്ന് കണ്ട് തന്റെ കുഞ്ഞിന്റെ സ്ഥിതി ഇനി എന്താകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടപ്പോ വറ്റിയ തുരുത്തിയുടെ സ്ഥാനത്ത് വറ്റാത്ത ഉറവ മരുഭൂമിയിൽ ദൈവം തുറന്നു വിട്ടു. മരുഭൂമിയിൽ ദൈവം തുറന്നു വിട്ടു. നിന്റെ ജീവിതത്തിൽ വറ്റിയ തുരുത്തിയുടെ സ്ഥാനത്ത് വറ്റാത്ത ചില ഉറവകൾ നീ കാണാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽ പ്രവചിച്ചു വിളിച്ചു പറയുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വറ്റാത്ത ഉറവ ദൈവം തുറക്കാൻ പോകുകയാണ്. കരയുന്ന ഹാഗാറെ ആമേൻ ആമേൻ, വറ്റിയ തുരുത്തി കണ്ടാണോ നീ കരയുന്നത്? ദൈവാത്മാവ് പറയുന്നു, അവൻ ചില ഉറവും ഒഴുക്കുകളും തുറന്നു വിടാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി അത് സംഭവിക്കുകയാണ്. സന്തരമനഘടക ചൂടബലരാജ അർശലഘടക രഗനഘടകരഗതിയാൽ യേശുവിന്റെ നാമത്തിൽ ആമേ മിനിസ്ട്രികൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ചില പുതിയ ഉറവകൾ തുറന്നു വരട്ടെ. ചില പുതിയ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ, പട്ടണങ്ങളുടെ വാതിൽ തുറക്കട്ടെ, വെളിപ്പാടിന്റെ വാതിലുകൾ തുറക്കട്ടെ. ആമേ വചനത്തിന്റെ ആമേ കലവറകൾ തുറന്നു വരട്ടെ. ആമേ ആമേ പ്രവചനത്തിന്റെ ആഴങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മീതെ ആകാശത്തിന്റെ കിളിവാതിൽ, താഴെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിന്നുള്ള വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടെന്നാണ്. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരും താക്കോൽ കൈവശമുള്ളവൻ, അവൻ ഇന്ന് ചിലത് തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഞാനിത് പറയുമ്പോൾ ചില ഡിവൈസുകളുടെ മേൽ കർത്താവ് അൺലോക്ക് ചെയ്യുക, എവിടെയൊക്കെയോ നന്മകൾ
ആമേ അടഞ്ഞു കിടന്നത് അൺലോക്ക് ആകും, തുറന്നു വരുന്നു. എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജിഷാരാജന്റെ മേൽ ആമേ എന്തൊക്കെയോ അൺലോക്ക് ആകുന്ന ആമേ ഒരു കാഴ്ച. ഷിബു ആമേ ചിലത് അൺലോക്ക് ആകുന്നു, എവിടെയൊക്കെയോ ആമേ ലോക്കായി കിടന്നത് ആമേ അത് എന്തൊക്കെയോ പ്രമോഷനുകളാകാം, നിങ്ങളുടെ നന്മകളാകാം, നിങ്ങളുടെ മേൽ വരേണ്ട ദൈവിക പ്രവൃത്തികളാകാം, എവിടെയൊക്കെയോ അൺലോക്കായി കിടന്നത് ആമേൻ 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 എവിടെയൊക്കെയോ ലോക്കായി കിടന്നത് ഇന്ന് ആമേ അൺലോക്ക് ആകുകയാണ്. ലോക്കായി കിടന്നത് ചില മാസങ്ങളായി ആമേ ലോക്കായി കിടന്നത് അൺലോക്ക് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ ആമേ ആരും തുറക്കാതെ വണ്ണം ആമേൻ ആമേ അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ഷൈനി എന്ന ഡിവൈസിന്റെ മേൽ ആമേൻ ആമേൻ ആമേ ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയായത് വെളിപ്പെടട്ടെ. അൽബോറ സിദാന മൗഡറമന ഘടക ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമേ നിങ്ങളുടെ നാവിനകത്ത് ചില ഒഴുക്കുകൾ, നിങ്ങളുടെ നാവ് തുറക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ദൈവ ശബ്ദങ്ങൾ, നിങ്ങൾ പോലും അറിയാത്ത ദൈവദൂതുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ അതരം തുറക്കുമ്പോൾ നിങ്ങളല്ല പിന്നെ സംസാരിക്കുന്നത്, അതുപോലെ ചില ഉറവുകൾ ആമേ അതുപോലെ ചില ഒഴുക്കുകൾ നിങ്ങളുടെ നാവിന്മേൽ വെച്ചുപിടിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നല്ലോ. അറാശന ശദാരമാന അതിരിയ ജഗാന റഗനഗല ശതുരിയാന ലെബൽബറോ സിബിനിയംദരാമന സോദിയൽ കനഗടഗരഗനഗടഗരഗദിയാല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പ അടിയങ്ങളുടെ മേൽ ചില ഉറവകൾ, ഒഴുക്കുകൾ ഇന്ന് അങ്ങ് തുറന്നതിനാൽ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനം ഇന്ന് ചില ഉറവകൾ ആമേ ഉറവുകൾ അങ്ങ് തുറക്കുന്നതിനാൽ നന്ദി. നോഹയുടെ വിഷയത്തിൽ ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു, അന്ന് അവന്റെ ആയുസിന്റെ 600-ാം സംവത്സരത്തിന്റെ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് 2024-ാം വർഷം, ഇന്ന് ഈ നവംബർ 26-ാം തീയതി ഈ ആമേ ചർച്ചിനു വേണ്ടി ആമേൻ ആമേ ഇന്ന് ഈ ആമേ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി ചില ഉറവകൾ അങ്ങ് പുറത്തു വിടുകയാൽ ഞങ്ങൾ നന്ദി പറയും. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. അടിയങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തിരിക്കാൻ നന്ദി. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ആമേ ചില നിമിഷങ്ങൾ നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ആ റൂമിനകത്ത് ചില നിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവരൊക്കെ പ്രാർത്ഥിച്ച് ചില ഉറവകൾ തുറക്കുകയാണ്. നിങ്ങളുടെ അകത്തു നിന്നും ചില കൃപാവരങ്ങൾ ജ്വലിക്കുകയാണ്. ചില പുതിയ അന്യഭാഷകളായി, ചില പുതിയ പ്രവചന ദൂതുകളായി ശകരമന ഘടക ജുഡബല ഘടക അന്തല ഘടക ശാനക്കേരി വൈഡൽ കടന സേതുര മനാധികാര രഗനമന ധിരാജന ഘടക രഗന ഘടക രഗതിയാൽ ആമേൻ. 2024 ഈ നവംബർ 26-ാം തീയതി ചില പുതിയ ഉറവകൾ ആഴിയുടെ ഉറവകൾ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു വരട്ടെ. യഫദാ 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 തുറന്നു വരട്ടെ. അന്തരാസ ഘോരിയൽ കനഘടകരക ദൈവപ്രവൃത്തിയായി കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. തിരുനാമ മൗതമെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചു വെക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ സാക്ഷ്യങ്ങൾ പുറത്തു വരും. ആമേ ഉറവുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. എവിടെയൊക്കെയോ പ്രതീക്ഷിച്ച് പക്ഷേ അടഞ്ഞ് ബ്ലോക്ക് ആയിട്ടിരുന്നതൊക്കെ ഇന്ന് തട്ടി തുറക്കുക. ആമേൻ. സ്വതന്ത്ര കർത്താവ് അത് ചെയ്യും. ഉപവാസ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളോടൊപ്പം ചേരുക. ആമേ ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങൾക്കും ആമേ പങ്കുചേരാം. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ആമേ പ്രാർത്ഥന കൊണ്ടും ആമേ നിങ്ങൾക്ക് ദൈവം തന്ന നന്മകൾ കൊണ്ടും ഒക്കെ ഈ ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വിതയ്ക്കാം. അതിന്റെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോനെ ആ ഫാസ്റ്റിംഗ് പ്രയറിന്റെ പോസ്റ്റ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രാവിലെ ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ടാണ്. ആമേ രാവിലെ 10:30 മണി മുതൽ 2:30-3 മണി വരെ ആമേ മീറ്റിംഗ് പോകും. വൈകിട്ട് വചന ശുശ്രൂഷയായിട്ടില്ല, വൈകിട്ട് പ്രാർത്ഥനയായിട്ടാണ്. ആമേൻ. സ്തോത്രം. കടന്നു വന്നാട്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ബൈ.